തൃശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട KPCC അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തായ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ച കോൺഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ടത് പാർട്ടിയിലുള്ളവർ തന്നെയെന്ന് വിലയിരുത്തൽ. റിപ്പോർട്ടിൻ്റെ പകർപ്പെന്ന തരത്തിൽ പ്രചരിച്ച പേജുകൾ ആദ്യം ഫേസ്ബുക്ക് പങ്കുവച്ചത് അനിൽ അക്കരയായിരുന്നു. റിപ്പോർട്ടിലെ വിവരങ്ങൾ BJP കോൺഗ്രസ് അവിശുദ്ധ ബന്ധം വ്യക്തമാക്കുന്നെന്ന് LDF ജില്ലാ കമ്മിറ്റിയും വിമർശിച്ചു. തൃശൂരിൽ നിന്ന് അശ്വിൻ പാലാഴി തത്സമയം ചേരുന്നു. അശ്വിൻ, ഏത് സാഹചര്യത്തിലാണ് ഇതിൻ്റെ കോപ്പി അനിൽ അക്കര ഫേസ്ബുക്കിൽ പങ്കുവച്ചത്? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പൊല്ലാപ്പാണ് ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസിനും കോൺഗ്രസിലെ നേതാക്കൾക്കും ഉണ്ടായത്. പക്ഷേ അത് മാധ്യമങ്ങളിൽ വരുന്നതിന് മുൻപ് ഏറ്റവും ആദ്യം ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് അത് പുറത്തുവിട്ടത് അനിൽ അക്കര തന്നെയാണ്. നമുക്ക് ഈ വാർത്തയും അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെ ഇന്നലെ പുലർച്ചെയാണ് ലഭിക്കുന്നത്. പക്ഷേ അതിനു മുൻപേ ഞായറാഴ്ച രാത്രിയിൽ തന്നെ ഈ റിപ്പോർട്ട് ഇങ്ങനൊരു റിപ്പോർട്ടിൻ്റെ പകർപ്പ് പുറത്തു വന്നെന്നും അത് വ്യാജമാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ടിൻ്റെ കോപ്പി പൂർണ്ണമായും ഫേസ്ബുക്കിൽ ഇടുന്നത് അനിൽ അക്കരയാണ്. അങ്ങനെ ഈ ഗൂഢാലോചന അടക്കം നടന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ആദ്യം ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന അനിൽ അക്കരയാണ്. അദ്ദേഹത്തിന് ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഒരുപക്ഷേ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് തന്നെ കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അദ്ദേഹത്തിന് എവിടെ നിന്ന് ഈ പകർപ്പ് കിട്ടി എന്നുള്ളത് അന്വേഷിച്ചാൽ അത് സ്വാഭാവികമായും മനസ്സിലാകും. ഒപ്പം ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കിയത് ഈ റിപ്പോർട്ട് മാധ്യമങ്ങളിൽ വന്ന ശേഷം, പ്രത്യേകിച്ച് നമ്മൾ ഈ വാർത്ത പുറത്ത് വിട്ടതിന് പിന്നാലെ KC ജോസഫാണ് അദ്ദേഹത്തിനെ വിളിച്ച ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അത് വ്യാജമാണ് എന്ന് പറയുന്നത് എന്നാണ് ഇന്നലെ അദ്ദേഹം വിശദീകരിച്ചത്. പക്ഷേ അതിനും എത്രയോ മണിക്കൂറുകൾ മുമ്പേ അനിൽ അക്കര തന്നെ സ്വന്തം ഫേസ്ബുക്കിൽ റിപ്പോർട്ടിൻ്റെ പകർപ്പ് പങ്കുവച്ചു എന്നുള്ള വസ്തുത അദ്ദേഹം മറന്നു. പക്ഷേ അത് പിൻവലിച്ചിരുന്നു. പക്ഷേ അതിപ്പോഴും അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും അതിൽ നിന്ന് എന്താണ് വിശദീകരണമെന്ന് അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഒപ്പം ഈ സംഭവത്തിൽ ഒരു ഗൂഢാലോചന പാർട്ടിക്കുള്ളിൽ തന്നെ നടന്നു. പാർട്ടിക്കാർ തന്നെയാണ് ഈ സംഭവം പുറത്തുവിട്ടതെന്ന് ഇന്നലെ ഈ അന്വേഷണ സമിതിയിലുള്ള KC ജോസഫ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ആരാണ് അശ്വിൻ, നമ്മൾ ഇതിൽ ഉൾപ്പെട്ട ചില നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു. ഞാൻ തന്നെ നേരിട്ട് സംസാരിച്ചു. അപ്പം അവർ പറഞ്ഞത് റിപ്പോർട്ടിൽ പറയുന്നതൊക്കെ ശരിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിപ്പോർട്ട് വ്യാജമല്ലെന്നല്ലേ? അപ്പോൾ മാത്രമല്ല അദ്ദേഹം കോടതിയിലൊക്കെ കയറ്റും ഭീഷണിയൊക്കെ ഒരു സ്ഥലത്ത് കിടക്കട്ടെ. അപ്പോൾ ഈ സംഭവം LDF ഏറ്റെടുത്തു എന്നാണല്ലോ പറയുന്നത്. മാത്രമല്ല അശ്വിൻ പാലാഴി താങ്കളല്ല, ഈ അനിൽ അക്കര പ്രസിദ്ധപ്പെടുത്തിയ അത് സാധനം അദ്ദേഹം വിഡ്രോ ചെയ്തോ? അത് ഇന്നലെ, അതായത് ഞായറാഴ്ച രാത്രിയിലാണ് അദ്ദേഹം ആ പോസ്റ്റ് ഇടുന്നത്. ആ പോസ്റ്റ് ഇടുന്ന സമയം നമുക്ക് പോലും ഇതിൻ്റെ കോപ്പി കിട്ടിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു എന്നുള്ള വിവരം നമ്മൾ അറിയുന്നത്. പിന്നീടാണ് നമ്മളതിൻ്റെ പകർപ്പ് അന്വേഷിച്ച് അത് നമ്മൾ ലഭ്യമാക്കുന്നത്. അത് അബദ്ധമെന്ന് മനസ്സിലാക്കിയിട്ടാകണം ഒരുപക്ഷെ അന്ന് രാത്രി തന്നെ അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചു. പിന്നീട് നമ്മുടെ വാർത്ത വന്നതിന് പിന്നാലെയാണ് KC ജോസഫ് വിളിച്ചു എന്നുള്ളൊരു പേരിൽ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും KC ജോസഫ് പറഞ്ഞാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നത്, ഈ പകർപ്പുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത് പോലും എന്നുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം ഇന്നലെ നൽകിയത്. എന്തായാലും പോസ്റ്റ് രാത്രി തന്നെ അദ്ദേഹം പിൻവലിച്ച് സേഫ് ആവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. LDF ശക്തമായ വിമർശനം ഈ റിപ്പോർട്ടിലെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഇന്നലെ LDFൻ്റെ ജില്ലാ കമ്മിറ്റി ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. അനിൽ അക്കര ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രചാരകരായി മാറിയതുകൊണ്ടാണ് കോൺഗ്രസിന് തൃശ്ശൂരിൽ 3ാം സ്ഥാനത്തേക്ക് നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ് LDFൻ്റെ വിശദീകരണം. ഒപ്പം 64,000-ത്തിലധികം വോട്ടുകൾ കോൺഗ്രസിന് തൃശ്ശൂരിൽ നഷ്ടപ്പെട്ടു. ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് കൂടുതൽ വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ എന്നും ജില്ലാ കമ്മിറ്റി LDFൻ്റെ ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കുന്നുണ്ട്. BJP കോൺഗ്രസ് അവിശുദ്ധ ബന്ധമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്നും പറയുന്നു. കൂടുതൽ പ്രതിഷേധം ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് ഈ സംഭവങ്ങൾ പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അനിൽ അക്കരയുടെ ഭീഷണി സോഷ്യൽ മീഡിയ വഴി തുടരുകയാണ്. നമ്മളെ കോടതി കയറ്റുമെന്നൊക്കെ അദ്ദേഹം ഇപ്പോഴും തുടരുന്നു. എന്തായാലും എവിടെ നിന്ന് റിപ്പോർട്ട് കിട്ടിയെന്ന് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. ആദ്യം ഇത് പുറത്തുവിടുന്നതും അനിൽ അക്കര തന്നെയാണ്. ഓക്കെ, താങ്ക് യു. അതൊരു പുതിയ വെളിപ്പെടുത്തലാണ്. അനിൽ അക്കര എന്തായാലും സോഷ്യൽ മീഡിയ വഴി താങ്കൾ ഒരുപാട് ഭീഷണികൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഭീഷണിയുടെ കൂടെ താങ്കൾക്ക് എവിടെ നിന്ന് റിപ്പോർട്ട് കിട്ടി, എന്തുകൊണ്ടാണ് താങ്കൾ അത് പിൻവലിച്ചത് എന്നുകൂടി വ്യക്തമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ അനിൽ അക്കരെ പറയുന്ന എല്ലാ കാര്യത്തിനും മറുപടി പറയാൻ ഞാൻ ഒരുക്കമല്ല.